ജിജേഷ് തലശ്ശേരിയിൽ RSSകാർ കൊലപ്പെടുത്തിയിട്ടുള്ള DYFIയുടെ പ്രവർത്തകരാണ്. റയീസ് റെയിൽവേ ട്രാക്കിലൂടെ ഫോൺ വിളിച്ചു നടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടി മരിച്ചതുമാണ്. ഈ രണ്ട് സംഭവത്തെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നത് അത് CPMകാർ കൊലപ്പെടുത്തിയതാണ് എന്നാണ്. ജിജേഷിനെ കൊലപ്പെടുത്തിയത് RSSകാരാണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പഴയൊരു പേരുണ്ട്, ഒരു സുബീഷ് മറ്റൊരാളുമായി സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണം ചില ചാനലുകൾ തന്നെ പുറത്തു വിട്ടതാണ്. അതിൽ പറയുന്നു ആരൊക്കെയാണ് RSSകാരായ ആളുകൾ പ്രതികൾ എന്നുള്ളത്. അദ്ദേഹം തന്നെയാണ് മോഹനം കേസിലെ, നമ്മുടെ പടുവിലായിലെ മോഹനം കേസിലെ RSSകാരായ പ്രതികളുടെ കാര്യങ്ങൾ യഥാർത്ഥ പ്രതികൾ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പച്ചക്കള്ളം പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പറയേണ്ട കാര്യം എന്താ? ഇദ്ദേഹം തന്നെ കൊടുത്തിട്ടുള്ള ആ വിചാരണ കോടതിയിലെ മൊഴിയൊന്ന് വായിക്കാം. റയീസ് എന്നയാൾ മരണപ്പെട്ട സംഭവത്തിൽ ഞാൻ സാക്ഷിയല്ല. ജിജേഷ് എന്ന ആൾ മരണപ്പെട്ട സംഭവത്തിൽ ഞാൻ സാക്ഷിയല്ല. ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതായോ കേസിലെ പ്രതികൾ RSSകാരായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഹർജിയിലെ ജിജേഷ് കൊലപാതകത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനാണ് അഭിഭാഷകനോട് പറഞ്ഞു കൊടുത്തത്. ദൃക്സാക്ഷിയല്ല, അതിലാരാണ് പ്രതികളെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞയാൾ പറയുന്നു ഞാനാണ് അഭിഭാഷകനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു രേഖ ഹാജരാക്കിയിട്ടുണ്ടായി ഹൈക്കോടതിയിൽ. അദ്ദേഹത്തിൻ്റെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച റിട്ട് ഹർജിയുടെ കൂടെ ഒരു രേഖ ഹാജരാക്കിയിട്ടുണ്ടായി. ആ രേഖ സജീർ എന്നൊരാള് കോടതിയിൽ നിന്ന് വാങ്ങിയ രേഖയാണ്. ഒപ്പം പോലീസിൽ നിന്നുമൊക്കെ ശേഖരിച്ച രേഖയാണ്. അപ്പോൾ ഇത് റിട്ട് ഹർജിയിൽ അറ്റാച്ച് ചെയ്ത് ഹാജരാക്കുന്നത് ഇദ്ദേഹമാണല്ലോ, യൂസഫ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് വിചാരണ കോടതിയിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറയുന്നത് എന്താ അറിയാം, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. സജീർ എന്നൊരാൾ എനിക്ക് വേണ്ടി എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സജീർ അപേക്ഷ കൊടുത്ത് കിട്ടിയ രേഖയാണ് ഇദ്ദേഹം ഹാജരാക്കുന്നത് കോടതിയിൽ. എന്നിട്ട് സജീർ ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ പൊതുവിൽ നോക്കിയാൽ കഴിഞ്ഞ ജനുവരി 14 അദ്ദേഹം കോടതിയിൽ കൊടുത്ത മൊഴികളും ഇപ്പോൾ പറയുന്ന കാര്യവും പരസ്പര വിരുദ്ധമാണ്. ഇദ്ദേഹം മറ്റൊരു ഹർജി കൂടി കൊടുത്തു ഹൈക്കോടതി. ഒന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണെങ്കിൽ, രണ്ടാമത്തെ ഹർജി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ K. വിശ്വൻ വക്കീലിനെ മാറ്റണമെന്നുള്ള ഹർജിയാണ്. അതിനെക്കുറിച്ച് കോടതിയിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു. കോടതി തന്നെയാണ് ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത്? നിങ്ങളുടെ മകൻ്റെ കേസിലെ യഥാർത്ഥ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന നിലയിൽ വാദിക്കാനാണല്ലോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പരിക്കുപറ്റിയ നിങ്ങളുടെ മകൻ കൊല്ലപ്പെടുമ്പോൾ കൂടെ പരിക്കുപറ്റിയ ആൾ അപേക്ഷ സമർപ്പിച്ചിട്ട് നിശ്ചയിച്ചത് സർക്കാർ. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് അത് റദ്ദാക്കണമെന്ന് പറഞ്ഞു പോയത്? അതിന് അദ്ദേഹം പറയുന്നത്, അതും കോടതിയിൽ ഉണ്ട് പറയുന്നത്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം എതിർക്കണമെന്ന് പറഞ്ഞ് ഞാൻ അഡ്വക്കേറ്റിനോട് നിർദ്ദേശിച്ചില്ല എന്നാണ്. എന്നാൽ ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിരാഭിപ്രായമില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനങ്ങളായി ഇതിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ
ഇത് തള്ളിക്കളിയണമെന്നും മാധ്യമങ്ങൾ ഇനി അതിൻ്റെ പിന്നാലെ പോയി വഷളാവരുതെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, 2008 നടന്നിട്ടുള്ള ഒരു കൊലപാതക കേസല്ലേ, ഇപ്പോൾ 2024 25 2008 നടന്നത് 2025 വരെയുള്ള ഈ 10-17 വർഷക്കാലം എന്തേ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാതിരുന്നത്? ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ പ്രവർത്തകരായി മാറിയപ്പോൾ, അതുപോലെ BJPയുടെ ബൂത്ത് ഏജൻ്റായപ്പോൾ, അതൊക്കെ ഞങ്ങൾ കരുതിയത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ മെഗഫോണായി ഇദ്ദേഹം മാറി എന്നുള്ളതല്ല. പക്ഷേ മകൻ്റെ കൊലയാളികളെ, അതിനെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ഒരിക്കലും ഒരു പിതാവ് നടത്താൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വ്യാജ മൊഴികൾ, വ്യാജ പ്രതികരണങ്ങൾ, കള്ളപ്രതികരണങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.